2024 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJP ഒറ്റയ്ക്ക് 145 സീറ്റിന് മേൽ മത്സരിക്കും എന്നുള്ളത് വ്യക്തമാക്കിക്കൊണ്ട് ഘടകകക്ഷികളോട് അഭിപ്രായം ആരാഞ്ഞിരിക്കുകയാണ്. ആദ്യമേ തന്നെ BJPക്ക് ഒറ്റയ്ക്ക് തീരുമാനമെടുക്കാനാണെങ്കിൽ പിന്നെ എന്തിനാണ് NDA എന്ന വലിയ ചോദ്യമാണ് ശിവസേനയിലെ ഷിൻഡെ വിഭാഗവും അതുപോലെ തന്നെ അജിത് പവാറും ചോദിക്കുന്നത്. മഹാരാഷ്ട്രയിൽ BJP എടുക്കുന്ന നടപടികൾ പലതും ഏകപക്ഷീയമാണ്. അതുകൊണ്ട് തന്നെ തിരിച്ചു ചോദിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് സഖ്യകക്ഷികൾക്ക് അവസരം കൊടുക്കുന്നതും ഇല്ല. എന്നാൽ മഹാവികാസ് അഘാടി സഖ്യത്തിൽ അങ്ങനെയല്ല. ശിവസേനയും കോൺഗ്രസും NCP ശരത് പവാറും കൂട്ടായി ഇരുന്നു കൊണ്ടാണ് ചർച്ച ചെയ്ത് സീറ്റ് വീതം വയ്ക്കുന്നത്. അവർ സീറ്റ് വീതം വയ്ക്കലിൻ്റെ കാര്യത്തിൽ ധാരണയാവുകയും ചെയ്തിരിക്കുന്നു. ലോക്സഭയ്ക്ക് ആനുപാതികമായ സീറ്റ് വിഭജനം ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് അവർ ഇപ്പോൾ ചർച്ച ചെയ്തിരിക്കുന്നത്. എന്നാൽ BJP കേവല ഭൂരിപക്ഷം എന്ന സ്വപ്നത്തിനു വേണ്ടി 160ഓളം സീറ്റിൽ തനിച്ച് എന്ന രീതിയിലേക്ക് അവിടെ നിൽക്കാനാണ് ശ്രമം. മാത്രമല്ല, അജിത് പവാർ വിഭാഗത്തിന് പരമാവധി 30 സീറ്റുകൾ നൽകിയാൽ മതി എന്ന രീതിയിലേക്കാണ് അവിടെ കാര്യങ്ങൾ കൊണ്ടുപോകാൻ ശ്രമിക്കുന്നത്. നമുക്കറിയാം, ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അജിത് പവാറിൻ്റെ പാർട്ടിക്ക് ചുരുങ്ങിയ സീറ്റുകൾ മാത്രം നൽകിയ നടപടിയെ അജിത് പവാർ വിഭാഗത്തിലുള്ളവർ പരസ്യമായി തന്നെ എതിർത്തു. ശരത് പവാറിൻ്റെ കൂടെ നിൽക്കേണ്ടത് അനിവാര്യമായിരുന്നു എന്ന സ്വരം വരെ അവിടെ ഉണ്ടായി. അജിത് പവാർ നിവർത്തികേട് കൊണ്ടാണ് NDAയുടെ ഭാഗമായത് എന്ന് ശരത് പവാർ വീണ്ടും വീണ്ടും പ്രസംഗത്തിൽ ഉടനീളം വിളിച്ചു പറഞ്ഞതും വലിയ രീതിയിൽ വിനയായി എന്ന് വേണമെങ്കിൽ പറയേണ്ടി വരും. അജിത് പവാറിൻ്റെ നിരവധിയായ കേസുകൾ അത് ഒത്തുതീർപ്പാക്കാൻ വേണ്ടി BJP നടത്തുന്ന അടവ് നയമാണ് ഇത് എന്ന് മഹാരാഷ്ട്രക്കാർ മനസ്സിലാക്കൂ എന്ന് NCP നേതാവായ ശരത് പവാർ ഉൾപ്പെടെയുള്ളവർ കൃത്യമായി ജനങ്ങളോട് പറഞ്ഞപ്പോൾ അജിത് പവാറിന് മിണ്ടാട്ടമില്ലാത്ത ഒരവസ്ഥയിലേക്ക് എത്തേണ്ടി വന്നു. ഇത്തവണയും കൃത്യതയോടെ തന്നെയാണ് ശരത് പവാർ നീങ്ങുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കൃത്യമായ വിജയം നേടിയെടുക്കാൻ പ്രേരിപ്പിച്ച ഘടകങ്ങൾ പലതാണ്. ഒന്ന്, ചിട്ടയായ പ്രവർത്തനം. 2, ജനങ്ങളോടുള്ള പ്രതിബദ്ധത, വിശ്വാസ്യത. അതെല്ലാം 10 മടങ്ങ് ശക്തിയോടുകൂടി വീണ്ടെടുക്കാൻ ശരത് പവാറിന് കഴിഞ്ഞു. 83ാമത്തെ വയസ്സിൽ ശരത് പവാർ ഇനി എന്ത് കാട്ടാനാണ് എന്ന് ചോദിച്ച അജിത് പവാറിന് നഷ്ടങ്ങൾ മാത്രമാണ് സംഭവിച്ചത്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒറ്റയ്ക്ക് ഭൂരിപക്ഷം എന്ന സ്വപ്നം ഒരിക്കലും നടക്കില്ലെന്നറിയാമെങ്കിലും BJP ഏറ്റവും കൂടുതൽ സീറ്റുകൾ മേടിച്ചു വച്ചിരിക്കുന്ന ഒരു അവസ്ഥയാണ്. അത് BJPയുടെ നാശത്തിലേക്ക് തന്നെ വഴിയൊരുക്കുമെന്ന് ഉദ്ധവ് താക്കറെ പറഞ്ഞു തുടങ്ങുകയും ചെയ്തിരിക്കുകയാണ്. ഉദ്ധവ് താക്കറെക്ക് കൃത്യമായിട്ട് അറിയാം BJP ഇത്തവണ പച്ച തൊടില്ല എന്ന്. BJPയുടെ രാഷ്ട്രീയ അടവ് നയമൊന്നും ഇനി മഹാരാഷ്ട്ര രാഷ്ട്രീയത്തിൽ ചെലവാവുകയില്ല. ലോക്സഭയിലേറ്റ കനത്ത പരാജയം അത് കവർ ചെയ്യാൻ BJPക്ക് സാവകാശം പോലും കിട്ടില്ല എന്നുള്ളതും വ്യക്തമായി കഴിഞ്ഞിരിക്കുന്നു.